4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ മുഖമായിട്ട് ഒരേയൊരാൾ. അതെ, നമ്മൾ സംസാരിക്കുന്നത് സമ്പൂർണ്ണ നടൻ മോഹൻലാലിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ആ അത്ഭുതകരമായ യാത്രയുടെ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു നടന് 40 വർഷത്തിൽ കൂടുതൽ ഇൻഡസ്ട്രിയുടെ തലപ്പത്ത് തന്നെ നിൽക്കാൻ കഴിയുന്നത്? ഒരു സിനിമ ഇൻഡസ്ട്രിയെ തന്നെ സ്വന്തം പേരിൽ നിർവചിച്ച മോഹൻലാൽ എന്ന പ്രതിഭാസത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ശരി, നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ ഈ ലെജൻഡറി സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തുടക്കമെന്തോ വലുതായിരിക്കുമെന്ന്. പക്ഷേ സത്യം അതല്ല. വളരെ സാധാരണമായ, ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തുടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏതാണ്ട് അവസാനിക്കേണ്ടതായിരുന്നു. 1978 കുറച്ച് കൂട്ടുകാരുമായി ചേർന്ന് ചെയ്ത തിരനോട്ടം എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തേത്. പക്ഷെ എന്താ സംഭവിച്ചത്? സെൻസർ പ്രശ്നങ്ങൾ കാരണം ആ സിനിമ ഒരിക്കലും തിയേറ്ററുകളിലെത്തിയില്ല. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 2 വർഷം കഴിഞ്ഞ് 1980 അദ്ദേഹം സ്ക്രീനിലെത്തി. അതും ഒരു ഹീറോയായിട്ടല്ല, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു റോളിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മലയാള സിനിമ കണ്ട ഏറ്റവും ക്രൂരനായ വില്ലനായിട്ട്. അതായിരുന്നു ആ അസാധാരണ യാത്രയുടെ യഥാർത്ഥ തുടക്കം. ഈ ടൈം ലൈൻ നോക്കൂ. ശരിക്കും അവിശ്വസനീയമാണ് ഈ വളർച്ചയുടെ വേഗത. 1978 തുടങ്ങുന്ന സിനിമ പെട്ടിയിലിരിക്കുന്നു. 80 വില്ലനായി അരങ്ങേറ്റം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വെറും 3 വർഷം കഴിഞ്ഞ് 1983 മാത്രം അദ്ദേഹം അഭിനയിച്ചത് 25ലധികം സിനിമകളിലാണ്. ഒരൊറ്റ വർഷം കൊണ്ട്. എന്തൊരു തുടക്കമാണത്, അല്ലേ? അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ സുവർണ്ണ കാലഘട്ടത്തിലേക്കാണ്. 1986 മുതൽ 1995 വരെയുള്ള വർഷങ്ങൾ. അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ലാലേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയ കാലം. 1986 ഇതൊരു സാധാരണ വർഷമായിരുന്നില്ല. ഒരേ വർഷം അദ്ദേഹത്തിന് ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന സിനിമയിലെ റിയലിസ്റ്റിക് പെർഫോമൻസിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതേ വർഷം തന്നെ രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറുന്നു. ക്ലാസും മാസും ഒരുമിച്ച്. അതായിരുന്നു 1986. അതെ, അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മാജിക്. ഒരേ സമയം സാധാരണക്കാരനായ നമ്മുടെ അയൽക്കാരനാവാനും സ്ക്രീനിൽ തീപ്പൊരി പാറിക്കുന്ന സൂപ്പർ ഹീറോ ആവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈയൊരു റേഞ്ച്, ഈയൊരു അനായാസത, അതായിരുന്നു ആ സുവർണ്ണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിഗ്നേച്ചർ. ഈ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ, അതൊക്കെ എങ്ങനെ മറക്കാനാണ്? കിരീടത്തിലെ സേതുമാധവന്റെ നെഞ്ചുപൊട്ടുന്ന വേദന, ചിത്രത്തിലെ വിഷ്ണുവിന്റെ കുസൃതികൾ, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആഢ്യത്വം, പിന്നെ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയുടെ ആ ഒരു പ്രത്യേകതരം സൈക്കോ അനാലിസിസും. ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച എത്രയെത്ര കഥാപാത്രങ്ങൾ. പക്ഷേ മോഹൻലാൽ എന്ന പ്രതിഭ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം പതിയെ പതിയെ സിനിമ എന്ന വ്യവസായത്തെ തന്നെ പിന്നണിയിൽ നിന്നും രൂപപ്പെടുത്താൻ തുടങ്ങുകയായിരുന്നു. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കി, ഇത് വളരെ വ്യക്തമായിട്ടാ കാര്യം നമുക്ക് കാണിച്ചു തരും. 60% തീർച്ചയായും അഭിനയം തന്നെ. പക്ഷെ ബാക്കി നോക്കൂ. നിർമ്മാതാവ്, ഗായകൻ, സംരംഭകൻ, വിതരണക്കാരൻ, സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് അദ്ദേഹത്തിന്റെ 2 നിർമ്മാണ കമ്പനികളെക്കുറിച്ചാണ്. രണ്ടും 2 തരത്തിലായിരുന്നു. പ്രണവം ആർട്സ് ഉണ്ടാക്കിയത് വാനപ്രസ്ഥം പോലെയുള്ള ക്ലാസിക് അവാർഡ് സിനിമകളാണ്. എന്നാൽ പിന്നീട് വന്ന ആശീർവാദ സിനിമാസ് ഫോക്കസ് ചെയ്തത് നരസിംഹം പോലുള്ള കൂറ്റൻ ബ്ലോക്ക് ബസ്റ്ററുകളിലായിരുന്നു. അതായത് ആർട്ട് സിനിമകളെയും കൊമേഴ്ഷ്യൽ സിനിമകളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർന്നില്ല. ഇതിന്റെയൊക്കെ കൂടെ അദ്ദേഹം ഒരു ഗായകൻ കൂടിയായിരുന്നു എന്ന കാര്യം പലരും ഓർക്കാറില്ല. ചിത്രത്തിലെ കാടുമീ നാടുമെല്ലാം എന്ന പാട്ടോർമ്മയില്ലേ, അതുപോലെ എത്രയെത്ര ഹിറ്റ് പാട്ടുകൾ. തന്റെ കലാജീവിതത്തിന് പുതിയൊരു മാനം കൂടി നൽകുകയായിരുന്നു അദ്ദേഹം അതിലൂടെ. അങ്ങനെ ഒരു നടൻ, നിർമ്മാതാവ്, ഗായകൻ എല്ലാമായി നമ്മൾ വർത്തമാനകാലത്തിലേക്ക് എത്തുവാണ്. അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രമല്ല, ഇന്നും അദ്ദേഹം എത്രത്തോളം പ്രസക്തനാണ് എന്നുള്ളത് കൂടിയാണ്. ഈ കാണുന്ന അക്കം 5. ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങളുടെ എണ്ണം. അതിൽ 2 തവണ മികച്ച നടനുള്ള അവാർഡുമുണ്ട്. ഇത് വെറുമൊരു സംഖ്യയല്ല. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ എന്നതിന്റെ ദേശീയ തലത്തിലുള്ള അംഗീകാരമാണ്. തീർച്ചയായും ഇത്രയും വലിയൊരു കരിയറിൽ ഉയർച്ചകൾ മാത്രമുണ്ടാകുക. ഒരു വശത്ത് പത്മശ്രീയും പത്മഭൂഷണും ലഫ്റ്റനന്റ് കേണൽ പദവിയും പോലുള്ള വലിയ ദേശീയ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. മറുവശത്ത് ലാലിസം ബാൻഡ് വിവാദം പോലുള്ള പൊതുവിമർശനങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതൊരു വലിയ പൊതുപ്രവർത്തകന്റെയും കരിയർ പോലെ അദ്ദേഹത്തിന്റെ യാത്രയിലും വെളിച്ചവും നിഴലും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. എന്താണൊരു സൂപ്പർ സ്റ്റാറിന്റെ യഥാർത്ഥ ലെഗസി? അത് കിട്ടിയ അവാർഡുകളാണോ? ബോക്സ് ഓഫീസിലെ സിനിമകൾ വാരിക്കൂട്ടിയ കോടികളാണോ? അതോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സേതുമാധവനെയും നീലകണ്ഠനെയും ഓർത്ത് നമ്മൾ മലയാളികളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഇഷ്ടമാണോ? ഒരുപക്ഷേ ഉത്തരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകും.